ആ അതെ മോളി, രാത്രി മുതൽ കാണാനില്ല. ആ അന്വേഷിച്ചു, പോവാൻ സാധ്യതയുള്ള എല്ലായിടത്തും അന്വേഷിച്ചു, കൂട്ടുകാരെയൊക്കെ വിളിച്ചു. ഇല്ല, ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ആ കംപ്ലൈന്റ് കൊടുക്കുന്നതിന് കുഴപ്പമുണ്ടോ? ആ എന്നാ ശരി ശരി മോളി, ഓക്കെ. മോളിയാ വിളിച്ചേ, ഞാൻ രാവിലെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നേ, എൻ്റെ കോള് കണ്ട് തിരിച്ചു വിളിച്ചതാ. നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കിയിട്ട് ഒഫീഷ്യൽ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്താൽ പോരെ? മതി, കുറച്ചു നേരം കൂടെ നോക്കിയിട്ട് മതി. ആവണി, കംപ്ലൈന്റ് ചെയ്തില്ലെന്ന് വിചാരിച്ച് നീ വിഷമിക്കൊന്നും വേണ്ട. നമ്മൾ കംപ്ലൈന്റ് ചെയ്താൽ എങ്ങനെ അന്വേഷിക്കോ അതുപോലെ തന്നെ അവരന്വേഷിക്കും. മോളി വേണ്ടത് ചെയ്യാമെന്ന് പറഞ്ഞല്ലോ. ഇവരെല്ലാം ഫ്രണ്ട്സ് അല്ലേ, ഒത്തുചേർന്ന് എന്തോ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് സംശയമുണ്ട്. അതെന്താ നീ അങ്ങനെ ഒരു വർത്താനം പറഞ്ഞേ? മാളൂനെ കാണാതായപ്പോ മോളി എല്ലാ സഹായം ചെയ്തു തന്നില്ലേ? അത് കംപ്ലൈന്റ് കൊടുത്തിട്ടാണോ അവൾ ചെയ്തത്? വിളിച്ചു പറഞ്ഞ് പേഴ്സണൽ ലെവലിൽ അവൾ അന്വേഷിച്ചില്ലേ? ആ അതന്വേഷിച്ച്, ആ ഒരു വിശ്വാസം എല്ലാവർക്കും ഉണ്ട്. അത് മുതലെടുക്കുകയല്ലേ എന്നാണ് എന്റെ ഒരു സംശയം. ഒരു സാധാരണക്കാരന് തോന്നുന്ന സംശയം ഞാൻ ചോദിച്ചുള്ളൂ. എന്നാ കേസ് ഫയൽ ചെയ്യാൻ ചേച്ചി, അവളുടെ സംശയം അങ്ങ് തീരട്ടെ. വേണ്ട, കുറച്ചു നേരം കൂടെ നോക്കാം, എന്നിട്ട് മതി കേസ് കൊടുക്കല്. മോളി സഹായിക്കാന്ന് പറഞ്ഞിട്ടില്ലേ? ആ പറഞ്ഞിട്ടുണ്ട്. മോളിയുടെ കാര്യത്തില് എനിക്ക് നല്ല വിശ്വാസമാണ്. അമ്മ ഒരു പാവായോണ്ട് എല്ലാം വിശ്വസിക്കും. എന്താ നിന്റെ പ്രശ്നം അഞ്ജു? മോഹനെ കൊന്നു കുഴിച്ചു മൂടിയെന്ന് വരുത്തി തീർക്കണോ? അതോ ഇങ്ങനൊരു കുറ്റം ഞങ്ങളുടെ മണ്ടയ്ക്ക് നിനക്ക് ചാത്തി തരണോ? ഓ എനിക്കൊന്നും വേണ്ടായേ, മോഹനേട്ടൻ ജീവനോടെ തിരിച്ചു വന്നാ മതി. ആവണി, നീ വന്നേ, ഇവിടെ നിന്നാ ഞാൻ വരും പറഞ്ഞു പോകും. വാ. അഴി എണ്ണാറായി എല്ലാരും. നിങ്ങളും സൂക്ഷിച്ചോ. നീയും സൂക്ഷിച്ചോ. ഞാനെന്തേലും പറഞ്ഞാൽ ഉടനെ അത് കുഴപ്പം. ഞാനെന്തേലും പറയുന്നത് മോഹനായിട്ട് നിങ്ങൾക്ക് പറ്റുമോ എന്നുള്ളതാണ്. അതിന്റെ സാധ്യതകളാ. നീ തൽക്കാലം ഒരു സാധ്യത പറയാൻ നിൽക്കണ്ട. നിങ്ങൾ ഇങ്ങനെ ഒരു പാവത്താനായിപ്പോയല്ലോ. നിങ്ങളുടെ ഏട്ടത്തെയും കൂട്ടുകാരും ചേർന്ന് നിങ്ങളെയും നിങ്ങളുടെ അമ്മയെ പറ്റിക്കുക. അമ്മ. അഞ്ജു, പ്രകാശ, ഞാൻ ഈ പറയുന്നത് നമ്മൾ 3 പേരും അല്ലാതെ വേറൊരാളറിയരുത്, ആവണി പോലും. ഫ്ലവേഴ്സ് 9ാം വാർഷിക നിറവിൽ